ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലുള്ളപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് BSc വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് പലരും കമന്റിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, ഞാൻ വീട്ടിലുള്ളപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ, ഇനി സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെ പല പല കമന്റ്സുകളും വരാറുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ കമന്റ്സിനും താഴെ ഞാൻ കൊടുക്കാറുള്ള റിപ്ലൈ എന്ന് പറയുന്നത് സൺസ്ക്രീൻ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഉപയോഗിക്കണമെന്നാണ്. അപ്പൊ ഇന്ന് നമ്മളൊരു ലൈവ് ടെസ്റ്റ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സൺസ്ക്രീൻ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ, ഇനി സൺസ്ക്രീൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് എന്താണ് വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട വീഡിയോയിലേക്ക് പോവാം. സൺസ്ക്രീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പനിക്കൂർക്കയുടെ 2 ഇല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ 2 ഇലയിൽ ഒരു ഇല ഞാൻ എടുത്തതിന് ശേഷം നമ്മുടെ ലാഷ് ഷീൽഡിന് സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. SPF 50 അടങ്ങിയതാണ്. അപ്പൊ ഈ ഇലയുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഞാൻ നല്ലതുപോലെ തന്നെ കവർ ചെയ്താണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു 3 മണിക്കൂറിനോളം വെച്ചേക്കുവാട്ടോ. ഇത് വെയിലത്ത് തന്നെ, നല്ല വെയിലുണ്ട്. അപ്പൊ ഒരു 3 മണിക്കൂറിന് ശേഷം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇലയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഇല നല്ലപോലെ പിഗ്മെന്റഡ് ആയിട്ടുണ്ട്, ഒരു ഭാഗം നല്ലപോലെ പിഗ്മെന്റഡ് ആയി തുടങ്ങി. ഇനി നെക്സ്റ്റ് ഒരു ഇല എടുക്കുകയാണെങ്കിൽ അതിന് വലിയൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ തണുപ്പ് ലോക്ക് ചെയ്യുന്ന രീതി തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ വിചാരിച്ചു ഒരു ബൗൾ എടുത്തിട്ട് ഒന്ന് കഴുകി നോക്കാന്ന് കേട്ടോ. അപ്പൊ മറ്റേ ഇലയുടെ അവസ്ഥ വല്ലാത്ത ശോചനീയമായിരിക്കുകയാണ്. അപ്പോൾ ഇലയെ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത ഇല ഞാൻ നല്ലപോലെ കഴുകി എടുത്തിരിക്കുകയാണ്. അപ്പൊ കഴുകി എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ പിന്നെയും കുറച്ചെങ്കിലും നല്ല തണുപ്പുമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ മറ്റേ ഇലയും കൂടി ഇതുപോലെ ഒന്ന് കഴുകി നോക്കാന്ന്. കഴുകി നോക്കിയപ്പോഴേക്കും അത് നല്ലപോലെ പിഗ്മെന്റഡ് ആയിട്ടോ. അപ്പൊ നമ്മൾ ഇല ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സൺസ്ക്രീൻ ടെസ്റ്റ് ചെയ്തതെന്ന് എല്ലാവരും കണ്ടല്ലേ. അതിന്റെ റിസൾട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാതിരുന്നിട്ട് ഒരു 3 മണിക്കൂർ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ആട്ടോ ഞാൻ ഈ കാണിച്ചു തന്നത്. അതായത് വൈകിട്ടാവുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോൾ നല്ലതുപോലെ പിഗ്മെന്റഡ് ആയിട്ടുണ്ട്, നല്ലതുപോലെ ആ ഇല കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതേസമയം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്ത നമ്മുടെ പനിക്കൂർക്ക ഇലയിലാണെങ്കിൽ അത് നല്ലപോലെ ലൈവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനിപ്പോഴും ഒരു തണുപ്പുണ്ടല്ലോ, ആ ഒരു തണുപ്പ് നല്ലതുപോലെ ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന റിസൾട്ടും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ സ്കിന്നിന് സൺറൈസിൽ നിന്ന് UV റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഇന്ത്യൻ ക്ലൈമറ്റിനൊക്കെ ആണെങ്കിൽ ഒരു SPF 30 അബോവ് ഉള്ളതൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് SPF 40, SPF 50 ആ ഒരു റേഞ്ചിൽ അടങ്ങുന്നതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ ഒരു മെയിൻ ബ്രാൻഡ് ആയിട്ടും പിന്നെ എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ആയിട്ടുള്ള സൺസ്ക്രീൻ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സൺസ്ക്രീൻ ഒക്കെ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ സൺസ്ക്രീനിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എല്ലാവരും ഈ ടെസ്റ്റിലൂടെ മനസ്സിലായെന്ന് കരുതുന്നു. സൺസ്ക്രീനിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, അത് പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യുകയും വേണം. പിന്നെ അത് കൂടാതെ നമ്മൾ എവിടെയെങ്കിലും പുറത്തോട്ട് പോകുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഇനി എങ്ങനെയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഫിംഗർ മെത്തേഡിൽ 2 ഫിംഗറിൽ എടുക്കുക. അതായത് ഇങ്ങനെ 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 ഇങ്ങനെ. ഇനി അത് പറ്റിയില്ലെങ്കിൽ കുറച്ച് നമ്മുടെ കയ്യിൽ എമൗണ്ട് എടുക്കുക. അതിനുശേഷം ഡോട്ട് ആയിട്ട് വെച്ചിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് നല്ലതുപോലെ മസാജ് ചെയ്ത് തന്നെ പിടിപ്പിക്കുക കേട്ടോ. അങ്ങനെയാണ്. എന്നിട്ട് 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ബെറ്റർ റിസൾട്ട് വേണ്ടിയിട്ട് നല്ലൊരു പ്രൊട്ടക്ഷൻ ഒക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമല്ലോ, അതിനുശേഷം ഒരു 4 മണിക്കൂറിന് ശേഷം പിന്നീട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ ഓഫീസിലും അങ്ങനെയൊക്കെ കോളേജിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇതൊന്നും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. ഇടവിട്ടിട്ടൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ രാവിലെ അപ്ലൈ ചെയ്യുന്ന സമയത്തെങ്കിലും നല്ല രീതിയിൽ തന്നെ പ്രോപ്പർ ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന, നല്ലപോലെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രം സൺസ്ക്രീൻ ഉപയോഗിക്കുക. കാരണം സൺസ്ക്രീനിന്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സൺസ്ക്രീൻ അല്ല സെലക്ട് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ പിഗ്മെന്റേഷൻ വരാനും ഡ്രൈ ആയിട്ടിരിക്കാനും പിന്നെ ഡാർക്ക് സ്പോട്ട്സുകൾ കൂടാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇനി ആരും ചോദിക്കില്ല അല്ലെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്, നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ഇനി ആരും ചോദിക്കില്ല എന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ ഓൾ.